സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ജില്ലയ്ക്ക് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ സമ്മാനിച്ച ചിന്ത്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകളെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ പോയിന്റ് നേടിയാണ് ഈ പ്രാവശ്യം സ്വർണ്ണക്കപ്പ് നമ്മൾ കൊടുക്കുന്നത്. 1008 തൊട്ട് വലിയ വേറെ ആളുകൾ 1007 പാലക്കാട്. അല്പം പിറകിൽ വേറൊരാളാണ് 1003 ആര് കണ്ണൂർ ജില്ല 1003 1003 1007 1008 ഇതാണ് എൻ്റെ സ്ഥിതി ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു മാർക്കിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നഷ്ടമാവും? സ്വർണ്ണക്കപ്പ് നഷ്ടമാവും അല്ലേ? അപ്പൊ ആ സ്വർണ്ണക്കപ്പ് കിട്ടാൻ ഇത്രയധികം പോയിന്റ് നേടിയ നമ്മുടെ സ്കൂളിന് വലിയ പങ്കില്ല. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ, പ്രധാന അധ്യാപകൻ KS കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. കാരണം അത് വൈകിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായവയാണ് നമ്മുടെ ഈ വിദ്യാലയത്തിലെ കലാപ്രതിഭകളെ അനുഭവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറെ അഭിമാനം. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് ലഭിക്കുമ്പോൾ മാഷ് സൂചിപ്പിച്ചതുപോലെ 25 വർഷത്തിന് ശേഷം ആണ് ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ പാലക്കാടിനെ പിന്തള്ളിക്കൊണ്ട് തൃശ്ശൂർ ജില്ല സ്വർണ്ണക്കപ്പ് നേടി. ഈ ദൃശ്യങ്ങൾ ടൈസൺ മാഷ് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടെന്ന് പറഞ്ഞാൽ ഞാനും ഭാര്യയും ഇംഗ്ലണ്ടിൽ കാർഡിഫിലിരുന്നിട്ടും ഈ സീൻ കാണുകയുണ്ടായി. അവിടെ നമ്മുടെ സ്കൂളിൽ ആരോ വന്നിട്ടെന്ന് നോക്കിയപ്പോൾ ഇടയിൽ തള്ളിക്കയറി നമ്മുടെ സാദിഖ് മാഷ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സാദിഖ് മാഷ് ഇങ്ങനെ തലയിട്ട് നോക്കുന്നത് കാണാം. സാദിഖ് മാഷെ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും കാണുകയുണ്ടായി. അത് സംഭവിച്ചു കൊടുക്കണം. കാര്യം വെച്ചാൽ ചന്ദ്രാപിന്നിയുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് മാഷ്. തീർച്ചയായും വളരെ അഭിമാനമുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം നിർത്താം. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അതുപോലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വലിയൊരു സ്വീകരണം നൽകിയപ്പോൾ നമ്മുടെ DD എന്ന് പറയുകയുണ്ടായി. ഭാഗ്യം കൊണ്ടാണ് ഈ സ്വർണ്ണം കിട്ടിയത്. തീർച്ചയായിട്ടും ഈ സ്വർണ്ണം കിട്ടുന്നതിൽ ഏറ്റവും ഭാഗ്യം ഉണ്ടായിക്കൊണ്ട് ചന്ദ്രാപിന്നി സ്കൂളിലെ ദേവപ്രിയ കമ്മിറ്റിയാണ്. അവരുടെ ഒരു മിനിറ്റ് മാത്രം ഒരാഴ്ച മുമ്പ് അവർക്ക് ഒരു മാരകമായ ആക്സിഡന്റ് വിട്ട് എടുക്കുമ്പോഴും അവൾ ആവേശപൂർവ്വം ഈ മത്സരത്തിൽ പങ്കെടുത്തത് വരും തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ കുട്ടികൾക്കും തന്നെ പ്രചോദനമായിരിക്കും മാത്രം പറഞ്ഞു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽമാരായ PK ശ്രീജിഷ്, VB സജിത്ത്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KK അനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി പ്രമോദ് തുടങ്ങിയവരും സംബന്ധിച്ചു. തുടർന്ന് വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന
തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 Road, Triprayar. You're watching True Line News.